ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന് ശ്രീനഗറിൽ കിടന്നു. എന്നിട്ട് രാവിലെ ഒന്ന് ഇച്ചിരി ലേറ്റായി എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ലേ റോഡ് തുറന്നു. ഇന്നലെ വരെ അടഞ്ഞു കിടക്കുമായിരുന്നു. ലേയിലേക്കുള്ള സോജില പാസ് തുറന്നു എന്നുള്ളത് അറിഞ്ഞത്. ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നതുകൊണ്ട് ഇടയ്ക്ക് ഒരു ഇച്ചിരി ദൂരം വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. ഇപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്ക് കാണുന്നുണ്ടോ? ഇത് സോജില പാസിലേക്ക് വണ്ടി പോകാനുള്ള ബ്ലോക്കാണ്. അത് ഇത്ര ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ ആൾക്കാർ കിടന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. ആ കിടന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെൻഷനിലുള്ള ഓടിയിരാ. അതുകൊണ്ട് പക്ഷെ എല്ലാവരും വിടും. വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യകതയില്ല. എല്ലാവരും വിടും. പക്ഷെ ആൾക്കാരെല്ലാം ടെൻഷൻ അടിച്ചാൽ പോകുന്നത്. നമ്മളെ ജാമാക്കോ ഞങ്ങള് നിലവിൽ പാസ് ചെയ്തു. ഇനി ഒരു കുഴപ്പമില്ല. ഇനി ലേ വരെ എങ്ങനെയെങ്കിലും ഒക്കെ എത്താം. ഇതിനു വേണ്ടിയിട്ടാണ് 3 ഒരാഴ്ചയൊക്കെ ആയിട്ട് കിടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങളേതായാലും ഇന്നലെ വന്നു. ഇന്ന് തന്നെ പാസ് ചെയ്യാൻ പറ്റി. അത് ഇന്ന് പാസ് ചെയ്യാൻ വിടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ രാവിലെയും വണ്ടി പോകുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം ആയപ്പോഴത്തേക്ക് എല്ലാം തുറന്നു വിട്ടു. പക്ഷെ ഇപ്പം പയ്യെ മഴ പെയ്തു തുടങ്ങുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സ്നോഫാൾ ആകാം. അപ്പോൾ അതിനു മുമ്പ് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ എളുപ്പമാണ്. വഴി ഇതാണോ അതാണോ? അതല്ലേ? അപ്പോൾ അത് അങ്ങോട്ട് പോടാ. വലിയ ധൃതിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. നമുക്ക് ലാസ്റ്റ് പോയാലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസിന്റെ കളിയാണ്. ആൾക്കാരെല്ലാം ആ ഇതിൽ തുറന്നു വിട്ടതിന്റെ ആ ഒരു ധൃതിയിലുള്ള പോക്കായി. ഇത്രയും സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. ഇനി പയ്യെ പാസ് ചെയ്താലും മതി. 1.5 ആഴ്ചയൊക്കെ ആയിട്ട് കിടക്കുന്നവരുണ്ട് ഇവിടെ. നമ്മളവിടുന്ന് പോന്നപ്പോൾ തന്നെ സോജില പാസ് തുറന്നെന്നറിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇടയ്ക്കൊന്ന് സ്നോഫാൾ വീണുകൊണ്ടാണ് ഈ ചെറിയ ബ്ലോക്കൊക്കെ വന്നത്. ഒരു 1.5 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും വണ്ടി തുറന്നു വിട്ടിട്ട്. ഞാനിപ്പോൾ ശ്രീനഗറിൽ നിന്ന് നല്ല സ്പീഡിൽ ഓടിച്ചിട്ട് ഏകദേശം കറക്റ്റ് 2 മണിക്കൂർ എടുത്തു. അത് നല്ല സ്പീഡിൽ ഓടിച്ചിട്ട് കേട്ടോ ഇവിടെ വരെ വരാൻ. കുറച്ചും കൂടി താമസിച്ചായിരുന്നെങ്കിൽ കിടന്നു പോകാൻ പറ്റില്ല. പിന്നെ നാളെ കഴിഞ്ഞ് രാവിലെ ഇവർ തുറന്നു വിടുകയുള്ളൂ. ഇന്ന് കഴിഞ്ഞാൽ 3 മണി വരെ തുറന്നു വിടും. അത് കഴിഞ്ഞാൽ പിന്നെ നാളെ കാർഗിലിൽ നിന്ന് ശ്രീനഗർ സൈഡിലേക്ക് ഉള്ള ആൾക്കാരെ വിടും. അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് പിന്നെയും ശ്രീനഗറിൽ നിന്ന് കാർഗിൽ സൈഡിലേക്കുള്ള ആൾക്കാരെ വിടും. അങ്ങനെ ഓരോ ദിവസം സ്വിച്ച് ചെയ്താണ് ഇപ്പോൾ ട്രാഫിക് ഉള്ളത്. അത് കുറച്ച് നാൾ അങ്ങനെ തുറന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് റോഡിൻ്റെ കണ്ടീഷനെല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ 2 സൈഡിലേക്കുള്ള ട്രാഫിക് അനുവദിക്കുകയുള്ളൂ. പക്ഷെ ഭയങ്കര സ്നോ ആയിരുന്നു. ഇന്നലെയും സ്നോഫാൾ വീണ് ഇന്ന് രാവിലെ ഒന്ന് ക്ലിയറും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വണ്ടി വിടുന്നത്. അതുകൊണ്ട് ലേറ്റായി. ഇന്ന് രാവിലെ വണ്ടി വിടില്ലെന്നായിരുന്നു ഓൺലൈനിലൊക്കെ കാണിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന ഒരു ഡ്രൈവറെ ഒരു ഫേസ്ബുക്കിലൊരു വീഡിയോ റൺ ചെയ്യുന്ന കണ്ടിട്ട് ഇവിടെ വന്ന ഒരു ഡ്രൈവറെ, ഇവിടെ കിടക്കുന്ന ഒരു ഡ്രൈവറെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്, വേഗം വരാൻ പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിയോണ്ടാണ് ഞങ്ങൾക്ക് പോരാൻ പറ്റിയത്. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ. അതും നാളെയൊക്കെ പിന്നെ സ്നോഫാളിൻ്റെ വെതർ റിപ്പോർട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നാളെ പിന്നെയും സ്നോ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറേ ദിവസം തള്ളിപ്പോയെന്നിരിക്കും. ചിലപ്പോൾ 1 ആഴ്ച വരെയൊക്കെ പിന്നെയും കടന്നു പോകേണ്ടി വരും.
ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എന്താ ഐസാന്ന് കണ്ടോ, മുഴുവൻ ഐസ് മൂടി കിടക്കുകയാണ്. മിനിഞ്ഞാന്നൊക്കെ ഇവിടെ എല്ലാം കവറായി കിടന്നിരുന്നത്, എവിടെയെല്ലാം ക്ലിയർ ചെയ്തതാണ് റോട്ടിൽ നിന്നുള്ള സ്നോ. ഇതുപോലെ സൈഡിൽ കിടക്കുന്ന പോലെ അതേ കട്ടിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ചാർലീനെ രാവിലെ തന്നെ ഒന്ന് കുളിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് ചാർലി അത്യാവശ്യം തോർത്തി ഉണക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് പോരണം എന്നുള്ളത് അറിവ് കിട്ടിയത്. അതുകൊണ്ട് ചാർലിനെ അപ്പം തന്നെ വണ്ടിയിലെടുത്ത് കയറ്റിയിട്ട് അങ്ങനെ പോന്നതാണ്. ഇബിനേതായാലും ഛർദ്ദിക്കുന്ന പരിപാടി എന്താണേലും കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചേക്കുവാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഏതായാലും മൂന്നാറിൽ നിന്ന് വരുമ്പോൾ 2-3 പ്രാവശ്യം ഛർദ്ദിച്ചായിരുന്നു. ഇത്രയും ദൂരം ഓടിയപ്പോൾ അത് ശരിയായെന്ന് തോന്നുന്നു. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് വന്ന വരവിൻ്റെ ഇതിൽ വെച്ചിട്ട് നല്ല 2 ഛർദ്ദി കഴിയേണ്ടതായിരുന്നു. നിലവിൽ പ്രശ്നമൊന്നും ഇല്ല. ഇങ്ങോട്ട് കാണിക്കും വേണ്ട. വിളിച്ചില്ലല്ലോ ഉച്ച കഴിഞ്ഞിട്ട്. കാരണം ഉച്ചയാകുമ്പോൾ വിളിക്കണ്ട. റേഞ്ച് കട്ടായല്ലേ നമ്മുടെ? എല്ലാം വന്നല്ലോ, റേഞ്ച് ഉണ്ടല്ലേ. ഇന്നലെ ജോസ്ന, എൻ്റെ വൈഫാട്ടോ ജോസ്ന, ഇന്നലെ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് പോകും, വേറെ പ്രശ്നമൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റുമെന്നൊക്കെ വൈകുന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. ഇന്നലെ രാത്രി ലേറ്റായി, ഇന്ന് അതുകൊണ്ട് എഴുന്നേക്കാൻ ഒത്തിരി താമസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ശ്രീനഗറിലെ ഒരു വീഡിയോ പോലും എടുത്തിട്ടുമില്ല. പിന്നെ വണ്ടി എടുത്ത് അത്രയും ഫാസ്റ്റായിട്ട് ഓടി വരേണ്ടതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. സോജില പാസ് ഭയങ്കര അപകടമുള്ള ഒരു പാസ്സാണ്. കുറച്ച് വർഷം മുമ്പ് വരെ, ഇപ്പോൾ അത്യാവശ്യം വീതിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അപകടം ഉണ്ട് കേട്ടോ. കാരണം ഐസുള്ള സമയത്ത് ചില പ്രശ്നമുണ്ട്. ഏതായാലും എഴുന്നേറ്റ് ഉടനെ തന്നെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ചാർലിക്ക് ഫുഡ് കൊടുത്തു. അതുകൊണ്ട് ചാർലിക്ക് ഫുഡ് കിട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ അപ്പുറത്ത് ഇറങ്ങിയിട്ട് വേണം ഫുഡ് കൊടുക്കാൻ, മേടിച്ച് കൊടുക്കേണ്ടി വന്നേനെ. അതിന് നല്ല സമയം എടുത്തേനെ. ചാർലിയുടെ നാടാണ് കേട്ടോ ഐസ്. ശരിക്കും ചാർലി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഐസിനകത്ത് താമസിക്കേണ്ടവനായിരുന്നു. നമ്മൾ നാട്ടിൽ കൊണ്ടുപോകേണ്ടതാണ് അവന് ആദ്യമായിട്ട് ഐസ് കാണേണ്ട വന്നത്. ഇപ്പം ചാർലിനെ പൊക്കെ ഒന്ന് ഐസ് കാണിച്ചേടാ. ചാർലിനെ ഒന്ന് എഴുന്നേപ്പിച്ച് ആ കണ്ണാടി കൂടെ ഐസ് കാണിച്ചേ. ഉറക്കാണ്, എഴുന്നേപ്പിച്ചേടാ, വിളിച്ച് എഴുന്നേപ്പിച്ചേ. പുറത്തേക്കൊന്ന് നോക്കിച്ചേ. ഐസ് കാണുമ്പോ എന്നാണ് എക്സ്പ്രഷൻ എന്ന് അറിയണം. ക്ഷീണത്തിലാണ്. ചാർലിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? ചാർലിയുടെ ചെവിയെ പിടിച്ചു നിർത്തിയാണോടാ. വിട്ടേക്കടാ. ചാർലിനെ ഇന്ന് ഐസി ഇറക്കി വിടും. ചാർലിയുടെ ജീവിതത്തെ ആദ്യമായിട്ട് ഐസിൽ നടക്കാൻ പോണേ. ഇവിടെ എല്ലാം കൊണ്ട് ആൾക്കാർ വേസ്റ്റ് ഒക്കെ ഇട്ടേക്കും കേട്ടോ. അടയ്ക്കും. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ അടയ്ക്കുമായിരിക്കും. ഈ ഇടയ്ക്ക് വാള് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് തുറന്ന് പുറത്തേക്ക് വാള് വെച്ചോളാൻ പറയാം. അല്ല വണ്ടി നിർത്തുമോ? വണ്ടി നിർത്തുമൊന്നുമില്ല, വണ്ടി ഓടിക്കും. വാളൊക്കെ ആൾക്കാർ ബസ്സായിരുന്നു താഴേക്കൊക്കെ വെക്കുമ്പോഴാണല്ലേ, ബസ് നിർത്തിച്ച് വെച്ചാണോ വാള് വെക്കുന്നത്? KSRTC ബസ്സിൽ നിന്നൊക്കെ പൂ പോലെ വീഴുന്ന കാണത്തില്ല.
വെള്ളമൊക്കെ കുടിക്കടാ, ഡ്രൈയാ മൊത്തത്തില്. വെള്ളം ഉണ്ടല്ലോ, പിന്നെ അത് കുടിച്ചാൽ തന്നെ. ഇനി നമുക്ക് ധൃതിയൊന്നുമില്ല കേട്ടോ. ഇനി ആര് പോയാലും പോയില്ലെങ്കിലും നമ്മളുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. ചെയിനുണ്ട്, 4 വീൽ ഡ്രൈവ് ഉണ്ട്. 2 വീൽ ഡ്രൈവ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, ബൊലെറോ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എല്ലാ ഐസിലും ഓടിക്കുന്നതായിരുന്നു ഞാൻ. ഇനി നമുക്ക് എത്ര ഐസ് വീണാലും നമുക്ക് പോകാം. ആദ്യമായിട്ടാട്ടെ നമ്മുടെ ഈ ജിമ്നി ഇപ്പോൾ ലേയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വർഷം ഇപ്പം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ബൊലെറോ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബൊലെറോ ഏകദേശം 15 വർഷമായി ടെസ്റ്റായി. പിന്നെ അതിന് മാസത്തിൽ 10-15,000 രൂപയുടെ പണി വെച്ച് വരുമായിരുന്നു. അതുകൊണ്ട് പയ്യെ ഒരു ജിമ്മി അങ്ങ് മേടിച്ചതാണ്. കാരണം ഇവിടെ ഉപയോഗിക്കാൻ നല്ല വണ്ടിയാണ്. പിന്നെ ആവറേജ് നല്ല മൈലേജ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ഇതിനകത്ത് ആവറേജ് 16 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഞാൻ ശ്രീനഗറിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വന്ന ഓടിയിരുന്നാണ് ഒരു 8 കിലോമീറ്റർ കാണിക്കാവുള്ളൂ. പക്ഷെ ഇപ്പം ഇതിനകത്ത് 16 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ ആ 16 കിലോമീറ്ററും അല്ലെ 18 കിലോമീറ്റർ വെച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് കാണിക്കുമ്പോൾ പെട്രോൾ അടിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്രയും തന്നെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന അതേ മൈലേജ് ഇത് ഈ വണ്ടി തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ വണ്ടി 10,000 കിലോമീറ്ററായി. 10,000 കിലോമീറ്റർ വരെ വളരെ നന്നായിട്ട് സൂക്ഷിച്ചൊക്കെയാണ് ഓടിച്ചത്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം മൈലേജൊക്കെ കിട്ടുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ട്. ചിലർ പറയുന്നു എൻജിൻ സെറ്റാകുന്നവരെ പയ്യെ ഓടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടെല്ലാം സെറ്റായി കഴിഞ്ഞ് മൈലേജ് എല്ലാം കിട്ടും എന്ന് ചിലർ പറയുന്നു. അങ്ങനെ ഒരു കാര്യമില്ല എന്ന്. ഇതൊന്നും എനിക്കറിയില്ല എന്താണല്ലേ. ഞാൻ നന്നായിട്ടാണ് വണ്ടി ഓടിച്ചത്. ഞാൻ 60-70 വെച്ച് വളരെ സ്മൂത്തായിട്ട് ഓടിച്ചു. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ മാത്രമാണ് കൂടുതൽ ഫാസ്റ്റായിട്ട് ഓടിച്ചത്. ഇപ്പോൾ ഒരു 80-90-100-100 ഓടിച്ചത്. അത് ആദ്യമായിട്ടാണ് ഈ വണ്ടി അത്രയും ഫാസ്റ്റായിട്ട് ഓടിക്കുന്നത്. അല്ലേ വളരെ മാന്യമായിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അതും AC-ലാട്ടോ ഓടുന്നത്. AC ഇല്ലാതെ ഓടിക്കൽ കുറവാണ്. AC ഇല്ലാതെ ഇപ്പം ഞാൻ കയറ്റം കയറിയപ്പോൾ ഇച്ചിരി ജസ്റ്റ് ഒന്ന് AC ഓഫ് ചെയ്തിട്ടാണ്. AC ഓഫ് ചെയ്തിട്ടിട്ട് ഇതിപ്പോൾ മുന്നേ ഉള്ള മൈലേജായി കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇച്ചിരി കുറയുമായിരിക്കും വലിയ കയറ്റം കാണിക്കുന്നത്. എന്നാലും 14 കിട്ടും തോന്നുന്നില്ലേടാ. 14 കിട്ടുമെന്നാണ് തോന്നുന്നത്. 14 കിട്ടിയാൽ മതി. ഈ വണ്ടി ഭയങ്കര എല്ലാവരും മോശം എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടെങ്കിലും വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടി മൊത്തം ഈ വണ്ടി ലൈഫ് ടൈമിൽ ന്യായമായ സമയം ഓടാൻ പോകുന്നത് ലേയിലാണ്. അപ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ അതിൻ്റെ കാര്യങ്ങളെന്ന് പറയാം. മേടിക്കണമെങ്കിൽ മേടിക്കാവുന്ന വണ്ടിയാണ്. ഇപ്പം നല്ല വിലയും കുറച്ചുണ്ടല്ലോ. ഇതിനാകെ എനിക്ക് തോന്നിയത് ഇച്ചിരി വലി കുറവുണ്ട്. മീൻസ് ഓവർടേക്ക് ചെയ്യാനും പിന്നെ ഈ 100-100-ലേക്കൊക്കെ വേഗം കയറില്ല. ഒരു 80 വരെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് കയറിയിട്ട് പിന്നെ പയ്യെ കയറുള്ളൂ. അതുകൊണ്ട് ചില സമയത്ത് ഈ നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന വണ്ടികളെ ഓവർടേക്ക് ചെയ്യാനൊക്കെ പാടാം. ബാക്കിയെല്ലാം ഓക്കെ. മാന്യമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്മൂത്തായിട്ടൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. പിന്നെ ഹിൽ സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കണമെങ്കിൽ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സിറ്റി ഡ്രൈവിനും നിരപ്പത്തൊക്കെ ഓടിക്കാനാണെങ്കിൽ ഇതിൻ്റെ തന്നെ മറ്റേ മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാരയും ഒക്കെ മൈലേജുള്ള മറ്റേ ഹൈബ്രിഡ് വണ്ടികളുണ്ടല്ലോ. അതാണെന്ന് തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടെ ഇതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് കൊമേഴ്ഷ്യലി ലാഭം. ഈ വണ്ടി കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ജിമ്നിയുടെ വീഡിയോസ്, ഞാൻ 1-2 ജിമ്നിയുടെ വീഡിയോസൊക്കെ കണ്ടു. ജിമ്നി വെച്ച് തന്നെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ അങ്ങനെ വണ്ടീനെ വെച്ചുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വണ്ടിയുടെ കാര്യങ്ങളിൽ ഒത്തിരി വലിയ വീഡിയോ ചെയ്യാത്തത്. പക്ഷേ ഇനി ഞാൻ എവിടെയെങ്കിലും ഇനി വീഡിയോ എടുക്കുമ്പോൾ ഈ വണ്ടിയിലൊക്കെ ആയിരിക്കും എവിടെ പോയാലും ഉണ്ടാകുക. ഇടയ്ക്ക് ഞാൻ ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ പറയാം. പിന്നെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കൊടുക്കും. വണ്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ. നല്ല സമയമെടുക്കും ലൈനെത്താൻ. 3 മണിയായില്ലേ. ഐസ് ഉണ്ടോ? ഇനി മേളിലേക്ക് ചെല്ലുന്നതോറും കൂടുതൽ ഐസ് ഉണ്ടാകും കേട്ടോ. കേരളാണല്ലോ. കേരള ബൈക്കാ.
അതടക്ക എയർ ബൈക്ക് കാശൊക്കെ മേടിച്ചിട്ട് വിടുവായിരിക്കൂടാ. ട്രിപ്പിന് വന്നേക്കുന്നത് എല്ലാവരും ബൈക്ക് ബ്ലോക്കായി പോയതുകൊണ്ട് ബൈക്ക് കിടത്തി വിടില്ല എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഈ പിക്കപ്പ് വണ്ടിയിൽ കയറ്റി വെച്ചോണ്ട് വരുന്നതാണ്. പക്ഷെ സാധാരണഗതിയിൽ വണ്ടിയെല്ലാം കിടത്തി വിട്ട് 1 മണിക്കൂർ കഴിയുമ്പം ബൈക്ക് കിടത്തി വിടുന്നതാണ്. അങ്ങനെയാ ചെയ്യാറ്. ബൈക്ക് അവിടെ പിടിച്ചിട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കിടത്തി വിടും. ഈ വണ്ടിയുടെ ഇടയിൽ ബൈക്കുകൾ പെട്ടുപോകാതിരിക്കാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ആൾക്കാർ വന്നിട്ട് അത് അവർ ബൈക്ക് കിടത്തി വിടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആൾക്കാർ വന്നിട്ട് വിചാരിക്കും ബൈക്ക് അവർ വിടില്ല, പിന്നെ വിടുകയുള്ളൂ. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ പറയും ഈ പിക്കപ്പിൽ കയറ്റിക്കൊണ്ട് പോകാം, എന്നിട്ട് നല്ല പൈസ മേടിക്കും, പിക്കപ്പിന് അപ്പുറത്ത് കൊണ്ട് ഇറക്കി വിടും. അപ്പോൾ പിക്കപ്പിൽ കയറ്റാൻ പറ്റാത്തവർ കുറച്ച് നേരം കഴിയുമ്പം ബൈക്ക് ഓടിച്ച് പിക്കപ്പിനെയൊക്കെ പാസ് ചെയ്ത് പോകും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പം മാക്സിമം ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ ശ്രമിക്കണം. ഭയങ്കര ഐസും വലിയ വിഷയം ഒന്നും നടക്കില്ലാത്തുള്ള സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ മാത്രമേ വണ്ടി ചൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ സമ്മതിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ട്രാഫിക് പോലീസുകാർ ചിലപ്പം ബൈക്ക് കുറച്ച് നേരം വിടുമെന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ചു നിർത്തിയതാനും സാധ്യതയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കൈ കഴച്ചു വരും. കുറച്ച് ഈ വീഡിയോ പിടിക്കാനുള്ള സ്റ്റിക്ക് മേടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഡൽഹിയിൽ ചെന്ന് ഒന്നിനും സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. അതിൻ്റെ കാര്യം പിന്നെ മറന്നും പോയി. പിന്നെ ഡൽഹി വരെ വന്നപ്പോൾ ഒരു കുലുക്കവും ഇല്ലാത്ത വഴിയായതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുലുക്കമായി. ഇങ്ങനെ മരം ഉള്ളിടത്തൊക്കെ മഞ്ഞിടിയൽ സാധ്യത കുറവാണ്. മരമില്ലാതെ ഇങ്ങനെ തോളമായിട്ട് കിടക്കുന്ന, ഇങ്ങനെ കുഴിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ പുഴയൊക്കെ ഒഴുകി വരുന്ന, അരിയൊക്കെ ഒഴുകി വരുന്ന പോലത്തെ ഏരിയയിലാണ് മഞ്ഞിടിഞ്ഞ് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 or 3 അവലാഞ്ചെങ്ങാണ്ട് ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് റോഡിങ്ങനെ അടഞ്ഞു പോയത്. 1-1.5 ആഴ്ച കഴിഞ്ഞല്ലേ ഇപ്പോൾ റോഡ് തുറന്ന് ആൾക്കാർ പോണത്. നമുക്കതിൽ സമയം നല്ലതായതുകൊണ്ട് നമുക്ക് വലിയ ഡിലേ ഇല്ലാതെ പാസ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കൊരു 3-4 കിലോമീറ്റർ എടുത്തില്ല കേട്ടോ. കഴിഞ്ഞത് ഇപ്പോൾ ഒത്തിരി ഐസ് വന്ന് കിടക്കുന്നുണ്ട്. ഇതുപോലത്തെ സ്ഥലം മേളിൽ നിന്ന് ഇടിഞ്ഞ് ഇതങ്ങ് കവറായി പോകും. അപ്പോഴാണ് ഇതുപോലെ താമസം വരുന്നത്. ഇതിപ്പോൾ ചൂട് കൂടിയാലിടിയും അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതാണ്ട ഇടിഞ്ഞ് വീണത്, അതുപോലെ ഇടിഞ്ഞ് വീഴും. ചിലപ്പോൾ വലിയ ഇടിയിലായിരിക്കും, വണ്ടിയൊക്കെ അകത്ത് പെട്ടുപോകും. ആൾക്കാർ ഒക്കെ വണ്ടിയോടെ ഇങ്ങനെ തള്ളിയിട്ട് താഴെ കുഴിയിലേക്ക് പോകാറുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ് ഈ അവലാഞ്ച് എന്ന് പറയുന്നത്. സാധാരണ ഇവിടെ എല്ലാം ആൾക്കാർ ഒന്നിച്ചങ്ങനെ പോയിട്ട് ബ്ലോക്ക് ആകുന്നതാണ്. ഇന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഏകദേശം വന്നുകൊണ്ടാന്ന് തോന്നുന്നു. നമുക്ക് വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ ആദ്യം പോയവരൊക്കെ കടന്നു പോയെന്ന് തോന്നുന്നു. നമുക്കത്ര വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെ ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നിർത്തിയിട്ട് പയ്യെ പോകാൻ പറ്റുള്ളൂ. എങ്ങനെ ഒന്ന് ഇടിഞ്ഞ് വീണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടുത്താൻ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാൻ പറ്റില്ലാത്ത സിറ്റുവേഷനാണ് സാധാരണ. ശരിക്കും ഒരു വണ്ടി ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് ഓടിക്കേണ്ടതിന് പകരം ഇവിടെയുള്ള ആൾക്കാർ പക്ഷേ എല്ലാ വണ്ടിയും മുട്ടിച്ചേ ഇട്ട് ഓടിക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇടിഞ്ഞ് വരുമോ തെന്നിപ്പോവോ ഒക്കെ ചെയ്താലും നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം പോലും തരില്ല. അങ്ങനത്തെ ഒരു ബോധത്തോടെയുള്ള ഡ്രൈവിംഗ് ഇവിടെ ആരും ചെയ്യുന്നത് കാണാറില്ല. പട്ടാളക്കാർ നിൽക്കണുണ്ടോ ഈ തണുപ്പത്ത് വയസ്സിലും കാവലി നിൽക്കുന്ന ബ്ലോക്ക് പറഞ്ഞ പോലെ തന്നെ ബ്ലോക്കായി. ഇനി കുറേ സമയം കിടക്കേണ്ടി വരും. ഈ ബ്ലോക്കിൽ കിടക്കാതെ
കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് എല്ലാവരും മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് പോകാമെന്നാ. പക്ഷെ ആരും അങ്ങനെ ചെയ്യില്ല. അവിടെയുള്ളവർക്കെല്ലാം ധൃതിയാണ്. ശരി, വണ്ടി ഓഫ് ചെയ്തിട്ടേക്കാം, കുറേ സമയം എടുക്കുമായിരിക്കും അല്ലേ. പുറത്തിറങ്ങി വേണമെങ്കിൽ ഒരു വീഡിയോ എടുക്ക്. ചാർലീനെ ഒന്ന് മുഖത്തി ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇത് മൊത്തം ചെളിയാ, വണ്ടിക്കകത്ത് മുഴുവൻ ചെളിയാ. ചാർലി നടന്ന് അതുകൊണ്ട് ചാർലിനെ അകത്തിരുന്ന് ചാർലി ഐസ് കണ്ടോട്ടെ. ആ ഗ്യാപ്പിൽ കൂടെ കേട്ടോ ആ തീർത്ഥാടനം നടക്കുന്നിടത്തേക്ക് പോകുന്നത്. അതിൻ്റെ സീസൺ ഇപ്പോഴല്ല. ഐസിൽ പോകുന്നത് കാണുന്നുണ്ടോടാ? ഞാൻ എറിഞ്ഞു വിടാവേ, നോക്കോ. എവിടെ ഉണ്ടോ? കാണാൻ ഇത് ദൂരത്തില് കാണിക്കണം, ഇതും കാണണം, ഇതൊപ്പം കാണിക്കണം. ഐസ് മേളിൽ ഈ നിങ്ങനെ കിടക്കുന്നോടം ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം ഐസ്. അതുകൊണ്ടാണ് ആ ഡ്രൈവർ ഹോൺ അടിച്ചത്, വേഗം അവിടുന്ന് മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ പാറയുള്ളവിടെ ആകുമ്പോൾ ആ പ്രശ്നമില്ല, ഇടിഞ്ഞു വരില്ലല്ലോ. വേണ്ട അങ്ങോട്ടുണ്ടോ? അങ്ങനെ കുഴിയുള്ള സ്ഥലത്തൂടെ റോഡ് വെട്ടി വീണുണ്ടോടാ? ഉണ്ടോ? ഇവിടെ ഇങ്ങനെ കുഴി, അവിടെ മല ഇങ്ങനെ തുരന്നാണ് റോഡ് വെട്ടി വരുന്നത്. ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ അത് ഫോൺ കണക്റ്റായി കിടക്കാണോ? ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ വീഡിയോയോ ഒന്നും പ്രത്യേകിച്ച് എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അധികം യൂട്യൂബിലൊന്നും ആരും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും യൂട്യൂബിലിടുന്നതുകൊണ്ട് ഞാനൊന്ന് ഒരെണ്ണം എടുത്ത് യൂട്യൂബിലിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം കേരളത്തിൽ നിന്ന് മൊത്തം ലേ വരെയുള്ള ചെറിയ ചെറിയ ക്ലിപ്പാണെങ്കിലും, പക്ഷെ പകുതി നമ്മൾ ഡീറ്റെയിലായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഓരോരോ മെയിൻ പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും വരുന്ന വഴിയും ഞങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ടും വന്നതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല. ആ ഗ്യാപ്പിൽ കൂടെയാണ് കേട്ടോ കേദാർനാഥ് പോകുന്നത്. കേദാർനാഥ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ശിവലിംഗം ഉണ്ടാകുന്ന, ഒരു പാറയുടെ അടിയിൽ ഒരു ശിവലിംഗം പോലെ ഐസ് കൊണ്ടൊരു ഐസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട്. ഇമാരൊക്കെ ഒന്ന് പോട്ടെ, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാനോ സ്ലോ ആയിട്ട് പോകാനോ ഒന്നും സമ്മതിക്കില്ല. നമുക്ക് ഇവരൊക്കെ പോയിട്ട് പോവാം. ഒരു വണ്ടി ഇങ്ങനെ ഉണ്ട്, അതും കിടന്നു പോട്ടെ. ഇമാരെല്ലാം ഭയങ്കര ധൃതിയുള്ളവരൊക്കെ പോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോവാം. ഈ ഐസിനകത്തേക്ക് കുറേ സമയം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൺഗ്ലാസ് ഒക്കെ വെച്ചില്ലേ കണ്ണിന് നമുക്ക് വേദന എടുക്കും കേട്ടോ. ഈ വെൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ വെൽഡ് കുറച്ച് കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണിനൊരു പ്രശ്നം വരില്ലേ, അതേ ഇഷ്യൂ ഈ സ്നോയിലും വരും. ഒത്തിരി സമയം അങ്ങനെ നോക്കിയത്, കാരണം പ്യുവർ വൈറ്റ് ആയിട്ടല്ലേ ഇരിക്കണം. ഇപ്പോൾ വെയിൽ കുറവായതുകൊണ്ടാണ് ഈ ബ്രൈറ്റ്നെസ് കുറവ്. അല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ ഭയങ്കര ബ്രൈറ്റായിരിക്കും. മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. ണ്ടോ? അതാണ് സോനാമാർഗ്. കുറച്ച് അപ്പുറത്തായിരുന്നു, കാണാൻ വയ്യ. അവിടെ ഒരു ടണലിൻ്റെ എൻട്രൻസ് വന്ന് തീരുന്നുണ്ടോ? ഇതുപോലെ ടണൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അത് അടിച്ച് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ വെയിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ സ്നോഫാൾ വീണാലും റോഡ് തുറക്കാതിരിക്കുമോ അങ്ങനത്തെ വിഷയം ഒന്നും ഉണ്ടാവില്ല. വരുന്നു അപ്പം തന്നെ പോവാം. ഏത് മഞ്ഞുകാലത്തും കാർഗിലിനും ലേക്കും പോവാം. ഒരു ജിമ്മി അവിടെ കിടപ്പുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ പുള്ളി കൈ കാണിച്ചു. പുള്ളി ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഇതുപോലെ 18 കിലോമീറ്ററൊക്കെ ശ്രീനഗർ വരെ മൈലേജ് കിട്ടി, ഇപ്പോൾ 15 കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ട്, നല്ല വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഒഫീഷ്യൽ വണ്ടിയാണ്, പുള്ളി സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് പുള്ളി. അപ്പം പുള്ളിയുടെ വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു വന്നതുകൊണ്ട് പുള്ളി നമ്മളോട് ചോദിച്ചതാണ്.
വണ്ടി നല്ല വണ്ടിയാണ് കേട്ടോ. എന്താണേലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല യൂസ്, ഒട്ടും ഇങ്ങനത്തെ ടെറൈനിലൊക്കെ ഓടിക്കാൻ ഭയങ്കര അനായാസം ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ബൊലേറോ കൊണ്ട് നടക്കുമ്പോഴും നല്ല ടൈറ്റായിട്ടും പിന്നെ വണ്ടി നല്ല ഹെവി ആയിട്ടും ഓടുന്ന പോലെ തോന്നും. ഇതങ്ങനെ ഒന്നും തോന്നുന്നില്ല, നല്ല സ്മൂത്തായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഐസ് ചാർലിക്ക്, ഇച്ചിരി ഐസ്, ഐസ് കൊടുത്ത് നോക്കട്ടെ. അപ്പം ചാർലി എന്നെ കാണിക്കുന്നതെന്ന് അറിയാം. കൊടുത്തടാ. ആ ചാർലിക്ക് ഇഷ്ടപ്പെട്ടു. ചാർലി ഞാൻ നാട്ടിൽ വെച്ചേ ഐസ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടായിരുന്നു വെള്ളം കൊടുത്തോണ്ടിരുന്നത്, ചൂട് കൂടുതലുള്ള സമയത്ത്. ചാർലി ആദ്യമായിട്ടോ കേട്ടോ നാച്ചുറൽ ഐസ് കഴിക്കുന്നത് ചാർലിയുടെ ലൈഫിൽ തന്നെ. ലഡാക്കിലായിരുന്നെങ്കിൽ ഇപ്പം ഇഷ്ടംപോലെ ഐസ് ഉണ്ടായിരുന്നേന്. നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ചാർലിക്ക് ഇതുവരെ നാച്ചുറൽ ഐസ് കിട്ടിയില്ല, ഫ്രിഡ്ജ് ഐസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നീറ്റാണോ? ഇനി കുറച്ച് നേരം ചാർലി മുള്ളാൻ വേണ്ടിയിട്ട് ചാടും. എനിക്ക് മലയുടെ മണ്ടയിലേക്കുള്ള ഐസ് ഉണ്ട്. അവിടെ സ്നോ ചെറുതായിട്ട് വീഴുന്നുണ്ട്. അന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ട, മലയുടെ മണ്ടയിലെ ഈ ഭാഗത്തൊക്കെ സ്നോ വീണോണ്ടേ ഇരിക്കുക. അതുപോലെ കുറച്ച് വലുതായിട്ട് വീഴും കുറേ. വണ്ടി മൂവായേ. ഫാസ്റ്റായിട്ട് പോണില്ല, ഇടയ്ക്ക് എന്തോ ഐസ് കൂടുതലുള്ള സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വണ്ടി, ചില വണ്ടികൾ കയറാതിരിക്കും. ഈ ടു വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ ചിലതൊക്കെ കയറാതിരിക്കും. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളില്ലേ, മാരുതിയുടെ സ്വിഫ്റ്റ് പോലത്തെ വണ്ടികളൊക്കെ, അതൊക്കെ ചിലപ്പോൾ നിന്ന് കറങ്ങും. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ആകുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ട് കുറച്ച് കാണിച്ചിട്ട് പിന്നെ കുറച്ച് നേരം എടുത്ത് വയ്ക്കുക. കാരണം ഇത് ഏകദേശം 40-45-50 കിലോമീറ്റർ ഉണ്ട്. മുഴുവൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ഈ കല്ല് ഇവിടെ പതിപ്പിച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ മൊത്തം ഇതുപോലെ കട്ടറും കുഴിയും വെള്ളമൊക്കെ ആയിരുന്നു, ഐസും ഒക്കെ ആയിട്ടായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നം ഇല്ല. എന്താണെങ്കിലും ഇത് പതിപ്പിച്ചെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് വണ്ടി. നല്ല വെയിൽ വന്നല്ലേ. ഇവരാണ്, ഈ ലോറി നിൽക്കുന്നവരാണ് ഈ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ എത്ര തണുപ്പത്തും എത്ര ഐസുള്ളപ്പോഴും ക്ലീൻ ചെയ്യും ഇവിടെയൊക്കെ. അവിടെ ചെയിൻ ഇട്ടേക്കണ, ലോറിയുടെ ടയറിൽ ചെയിൻ ഇട്ടേക്കുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ വണ്ടിക്ക് അതുണ്ട്, ചെയിനുണ്ട്. ആവശ്യം വന്നാൽ ഇടാൻ പാകത്തിന്. അതിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇടേണ്ട ആവശ്യമില്ല. ഫുൾ ഐസ് കവറായിട്ട് കിടക്കുകയാണെങ്കിൽ മാത്രം ചെയിൻ ഇട്ടാൽ മതി. ഇപ്പോൾ ചെയിൻ ഇടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. സ്നോ പെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ആ ഭാഗത്ത് മുഴുവൻ സ്നോ വീഴുവല്ലേ ഷെറിനെ? നോക്കിയത് കാണാൻ മേലാണ് കേട്ടത്. അതെ. നമ്മളേതായാലും കറക്റ്റ് സമയത്താട്ടോ വന്ന് പെട്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിഷമിച്ചേനല്ലേ. അത് തന്നെ. എത്ര ദിവസം കിടക്കേണ്ട വരും എന്നറിയാവോ? ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ 1 മാസം സ്ട്രക്കായിപ്പോയി ഞാൻ ശ്രീനഗറിൽ. അപ്പോൾ വണ്ടിയിൽ ഫുൾ ലോഡ് സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് എനിക്ക് വണ്ടി ഉപേക്ഷിച്ചിട്ട് പോകാനും പറ്റത്തില്ല. പിന്നെ ഫ്ലൈറ്റിനാണെങ്കിൽ ഭയങ്കര റേറ്റും. അങ്ങനെ ഞാൻ 1 മാസത്തോളം പെട്ടുപോയി. അതൊരു 4-5 വർഷം മുമ്പാട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് വരുന്നത്. പക്ഷേ എങ്ങനെ ശ്രദ്ധിച്ചാലും ഇടയ്ക്കൊന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് പ്രശ്നം കിട്ടുകയാണ്. ഒന്ന് സ്നോഫാൾ നന്നായിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം ഇത് അടഞ്ഞു കിടക്കും. ഇന്ന് പോരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ വെതർ റിപ്പോർട്ടിൽ എടുത്ത് നോക്കിയപ്പോൾ ഇന്നും നാളെയൊക്കെ
വൈകുന്നേരം ആകുമ്പോൾ സ്നോഫാൾ ഉള്ളതായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും പിന്നെ ശ്രീനഗറിൽ ഒരുമാതിരി മൂടലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് പാസ് ചെയ്ത് പോരാൻ. നമുക്ക് നല്ല സമയമായതുകൊണ്ട് നല്ല ഈസി ആയിട്ട് പോരാൻ പറ്റി, എവിടെയും വെയിറ്റ് ചെയ്യാതെ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴും ആദ്യമേ ഈ ഫേസ്ബുക്കിൽ കുറേ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും. ഈ റോഡ് സ്റ്റാറ്റസിൻ്റെ, കാർഗിലിൻ്റെ ഗ്രൂപ്പുകളുണ്ട്, ശ്രീനഗറിൻ്റെ ലഡാക്കിൻ്റെ ഗ്രൂപ്പുകളുണ്ട്, സോജില പാസിലുള്ള പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്നൊക്കെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് എന്ന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പം ഇവിടെ എത്തുന്ന ടൈമിംഗ് വെച്ചിട്ട് വെതറിൻ്റെ കണ്ടീഷൻ എന്താണ് കാണിക്കുന്നത്, സോജിലയിൽ കാണിക്കുന്നതും കൂടെ നോക്കിയിട്ടേ നിങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതാകുമ്പം ഇവിടെ വന്ന് കിടക്കേണ്ടി വരില്ല. ഇവിടെ വരുന്ന സമയത്ത് സണ്ണി ആയിട്ട് കാണിക്കുന്ന സമയം നോക്കി വേണം നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അതൊരു ഏകദേശം ആക്യുറേറ്റ് ആണ് ഈ വെതർ റിപ്പോർട്ടൊക്കെ ഇവിടുത്തെ. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ വരാൻ പറ്റും. ഞാൻ അവിടുന്ന് നോക്കിയൊക്കെയാണ് വന്നത്. എന്നാലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സ്നോഫാൾ വന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് പേടിച്ചത്. എന്നാലും നമുക്ക് വലിയ ടെൻഷനില്ലാതെ വരാൻ പറ്റി. ദൂരം പൈസ വീഴുന്നുണ്ടോ ഷെറിനെ? ലേലും ഇങ്ങനെ ഇടയ്ക്ക് വീഴുമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് സേഫാ. ആ സമയത്ത് നമ്മൾ റോട്ടിലല്ല, നമ്മുടെ വീട്ടിലാ. അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. പക്ഷെ അങ്ങോട്ട് നോക്കിയിട്ട് ഒന്നും കാണാൻ മേല. സ്നോ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക. സ്നോ ഇങ്ങനെ പറന്ന് വരുന്നത് അത് ഈ വീഡിയോയിൽ കിട്ടണല്ലേ. സ്നോ ഇങ്ങനെ നല്ലപോലെ പറന്ന് വീഴുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കാണുന്ന പോലെ അത്ര ഇത് കിട്ടണല്ലേ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ കിട്ടണല്ലോ അല്ലേ. നന്നായിട്ട് പെയ്യുന്നുണ്ട് സ്നോ. അയ്യോ അങ്ങോട്ട് കണ്ടോ, ആ മൂടി കിടക്കണ ഫുള്ള് സ്നോ വീണോണ്ടിരിക്കുക കേട്ടോ. എന്തായാലും കൊള്ളാം അല്ലേ. സ്നോ കാണണമെന്നുള്ളവരൊക്കെ ഒത്തിരി താമസിക്കാതെ നാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പൊക്കെ വണ്ടി എടുത്തിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് ഇവിടെ എത്തിയാൽ നല്ലപോലെ സ്നോയും കണ്ട് അടിപൊളിയായിട്ട് ലേ വന്ന് കറങ്ങി കണ്ടിട്ട് തിരിച്ചു പോരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരാം കേട്ടോ. എന്നെ എബിനെ പുറകിൽ നിന്ന് ഞാനേ സംസാരിക്കുന്നതായിട്ട് ചിരിക്കുകയാണ്. എബിൻ്റെ ചിരി ഒന്ന് കാണിച്ചേടാ. പല്ല് പൊത്തിപ്പിടിക്കുക ഉള്ളിക്ക് നാണാവുകയാണ്. എബിനെ ഇതുണ്ടോടാ ഈ വണ്ടിയുടെ ടയറ്. അയ്യോ ഉള്ളു ചങ്ങല ഇങ്ങനെ പിന്നിട്ടേക്കണ പോലത്തെ ടയറാണ്. സ്നോ കൂടി വരിക, ഭയങ്കരമായിട്ട് കൂടി. പക്ഷെ ഇനി വലിയ കുഴപ്പമില്ല, കാരണം ആ ഇടിഞ്ഞു വീണ ആ ഏരിയ ഒക്കെ കവറായി, നമ്മൾ നിരപ്പുള്ള ഏരിയയിലേക്ക് എത്തി. അതുകൊണ്ട് ഇനി വലിയ പ്രശ്നമില്ല. ഇനി സ്നോ വീണാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. സോജില പാസ് ഇപ്പോൾ വളരെ നല്ല പോലെ നന്നായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സുഖമായിട്ട് പോകാൻ പറ്റും. ഈ കല്ലൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ബൈക്കൊന്നും തെന്നി പോകാതെ ഒന്നും ചെയ്യത്തില്ല. ഈ കുറച്ച് സ്നോയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പോലും സിമ്പിളായിട്ട് വരാൻ പറ്റും അല്ലേ. അത് തന്നെ. ബുദ്ധിയുള്ളവരൊക്കെ പോട്ടെ, കാരണം എങ്ങനെയൊക്കെ പോയാലും നമുക്കിനി സമയം എടുക്കുക എത്താൻ. അതുകൊണ്ട് ഭയങ്കര സ്പീഡ് കൂട്ടി ഓടിച്ച് പോയാൽ ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒരു പ്രത്യേക സമയത്ത്, അതായത് 4 മണി 3 മണി സമയത്തൊക്കെ ആയിരിക്കും ലേ എത്തുന്നത്. അതിലും നല്ലതല്ലേ നമ്മൾ രാവിലെ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേക്കും പെട്രോളൊക്കെ എത്തുന്നത് അല്ലടാ. നമുക്ക് ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് അതേ നടക്കണുണ്ടാ. അവന്റെ രോമം കണ്ടാ. ചാർലീനെ കൂടെ ഇറക്കി വിട്ടായിരുന്നു, കൂട്ടുകാരന്മാരായിട്ട് അങ്ങ് പോയേനല്ലേ കൂട്ടായിട്ട്. അയ്യോ ചാർലിക്ക് വലിയ ഇഷ്ടപ്പെട്ടാനെ. നമ്മൾ പാക്കേജ് ടൂറിൻ്റെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാക്കേജ് ടൂറിൻ്റെ ഒരു ഗസ്റ്റ് ഇന്ന് അവിടെ അറൈവായിട്ടുണ്ട്. നാളെ പോയിട്ട് വേണം അവരെ ഒന്ന് കാണാൻ. എന്താണേലും നാളെ അവർ ലോക്കൽ സൈറ്റ് സീനാണ്, അതുകൊണ്ട് അവരെ കാണാം. നാളെ അവരെ പോയി ഒന്ന് ഡീൽ ചെയ്യണം. അത്
ഞാൻ അവരെ വരുന്നതിന് മുമ്പ് എത്താൻ വേണ്ടിയിട്ട് കണക്ക് കൂട്ടിയാണ് വണ്ടി എടുത്തത്. പക്ഷേ 1-2 ദിവസം താമസിച്ചു പോയി. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് എത്താൻ പറ്റാതെ. ഇന്നലെ എത്തുന്നൊരു രീതിയിലാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. പക്ഷേ ഡൽഹിയിൽ ഞങ്ങൾ ഒരു ദിവസം കൂടെ എക്സ്ട്രാ താമസിക്കേണ്ടി വന്നു. അതൊക്കെ കൊണ്ട് നമുക്ക് സമയത്തിന് എത്തിപ്പെടാൻ പറ്റിയില്ല. പിന്നെ ഈ സ്നോ വീണ് ബ്ലോക്കായെന്ന് നമുക്കൊരു ന്യൂസ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി പയ്യെ ആക്കി. ഇന്നലെ വന്നായിരുന്നാലും റോഡ് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഇപ്പോൾ ഒരു 1 മണിയോടെയോ മറ്റോ എങ്ങാണ്ടാണ് ഇത് തുറന്നത്. 12 മണി എങ്ങാണ്ടായിരുന്നു അല്ലേ? നമ്മൾ 12 ആയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ എടുത്ത് 80-90 ഓടിച്ചിട്ടാണ് നമുക്ക് പാസ് ചെയ്ത് പോരാൻ പറ്റിയത്. നമ്മൾ എങ്ങാനും ഇച്ചിരി ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ താമസിച്ചായിരുന്നെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞേ വരുവുള്ളായിരുന്നു അല്ലേ? എന്തായാലും സ്നോയുടെ അങ്ങേയറ്റം അല്ലേ? സ്നോ തീരാൻ ഇനി ഒരു 10-15 കിലോമീറ്ററും കൂടെ ഓടണമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേടാ? അങ്ങനെ കാണിച്ചിരിക്കണ ഉണ്ട് അങ്ങ്. എന്നാലും അങ്ങ് കാണുന്ന ദൂരെ കാണുന്ന മലയിലെല്ലാം സ്നോ ഉണ്ട്. അതെല്ലാം നമ്മൾ പോകേണ്ട വഴിയാട്ടോ. അതിന്റെ റൈറ്റ് സൈഡിൽ ഈ ഇടയിൽ കൂടെയാണ് നമ്മളിന്ന് പാസ് ചെയ്ത് പോകേണ്ടത്. ചേട്ടന് എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷം വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇതുപോലെ സ്നോ പെയ്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇല്ലല്ലേ? ഐസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. സ്നോഫോൾ ഇല്ല. ഇത്ര ഐസ് ഉണ്ടായിരുന്നോ? ഇച്ചിരി കുറവായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് ഐസ് കുറഞ്ഞായിരുന്നു തോന്നുന്നല്ലേ ഈ സമയമായപ്പോ? ഈ സമയം ലേറ്റ് ആയിട്ട് സ്നോഫാൾ വീണതുകൊണ്ടാണ് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഈ സമയത്തിന് മുമ്പ് ഞങ്ങൾ പാസ് ചെയ്തു. 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടേ ഉള്ളൂ. നിങ്ങൾ 2-ാം തീയതിയോ മറ്റോ അങ്ങോട്ടാണ് ലേയിലെത്തിയെന്നല്ലേ ഒരു തന്നെ. ഞാൻ 3-ാം തീയതിയോ 4-ാം തീയതിയോ അല്ലേ ലേയിലേക്ക് വന്നത്. ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിന് വന്നത്. അതെ. ഒട്ടും സ്ലിപ്പ് ആകുന്ന ഒന്നുമില്ല കേട്ടോ. വളരെ നല്ല ഗ്രിപ്പുണ്ട്. കാരണം ഈ സ്നോ മാറ്റിയിട്ട് ഇപ്പൊ ചെളിയായിട്ട് ഈ ഒത്തിരി വണ്ടി ഓടിയല്ലോ. അപ്പോൾ ഇതെല്ലാം പോയി, ഈ ഐസ് എല്ലാം പോയി. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും ഐസില്ല, ഒട്ടും സ്ലിപ്പ് ആകുന്നില്ല വണ്ടി. നിങ്ങളുടെ വണ്ടി അന്ന് സ്ലിപ്പൊക്കെ ആവുന്നുണ്ടായിരുന്നോടാ? നിങ്ങളുടെ വണ്ടിയില് ചെയിനിട്ടാണോ ഓടിച്ചത്? ചെയിനൊന്നും ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ നമ്മള് ഏകദേശം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു വിഷയമില്ല, നമുക്ക് എങ്ങനെ പോയാലും ഒരു പ്രശ്നവുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് പോകാം. ഇനി കുറച്ച് നേരം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഏരിയകളൊക്കെ ആയിരുന്നു കുറച്ച് ഡേഞ്ചർ. ഇപ്പോൾ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ മാറി എന്ന് പറയാൻ പറ്റില്ല. അത് ഈ റൈറ്റ് സൈഡിലുള്ള ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇടിയാനൊക്കെ ഉള്ള സാധ്യത ഉള്ളതാ. എന്നാലും വളരെ കുറവാണ് ചാൻസ്. കമ്പാരിറ്റീവ്ലി മുന്നേ കടന്നു പോയ സ്ഥലങ്ങളാണ് വലിയ പ്രശ്നമുള്ള സ്ഥലങ്ങൾ. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ലേയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ശ്രീനഗർ എത്തിക്കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ബൈക്ക് റോഡാണ് വരുന്നെങ്കിൽ. എന്നിട്ട് ലേയിലെത്തുന്ന വരെ നന്നായിട്ട് വെള്ളം പിടിച്ചേ വരാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാകാനുള്ള സാധ്യത 90% വെള്ളം നന്നായിട്ട് കുടിച്ചാൽ, ഒരു 3-4 ലിറ്റർ അടുപ്പിച്ചെങ്കിലും വെള്ളം കുടിച്ചാൽ കുറയും. ബൈ റോഡാണ് വരുന്നതെങ്കിൽ. ഫ്ലൈറ്റിൽ നിങ്ങൾ വരുവാണെങ്കിലും 2 ദിവസം മുന്നേ തൊട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ. നമ്മളുടെ ഗസ്റ്റും ഒക്കെ വരുമ്പോൾ, ടൂറിസ്റ്റ് ഒക്കെ നമ്മളുടെ ഗ്രൂപ്പും നമ്മുടെ ഗ്രൂപ്പ് ടൂറിനൊക്കെ വേണ്ടിയിട്ട് വരുന്നവരൊക്കെ വരുമ്പോൾ ഞങ്ങൾ നേരത്തെ തൊട്ടേ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് വന്നവർക്കൊന്നും ഒട്ടും തന്നെ പ്രോബ്ലങ്ങൾ ഉണ്ടാകാറില്ല സാധാരണ. പിന്നെ 1-2 പേർക്കൊക്കെ ചെറിയ തലവേദനയും ചെറിയ ഓക്സിജൻ കുറയുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതെല്ലാം കവർ ചെയ്ത് വിടാറുള്ളതുകൊണ്ട് ഒരു പ്രശ്നവും വരാറില്ല അല്ലേടാ? നമ്മൾ അവിടെ ചെല്ലാൻ നേരത്തെ അവർ പറയും വെള്ളം കുടിക്കാനും വരും പറയും. അതെ അതെ. കഴിഞ്ഞ വർഷം എത്ര പേരെ ആശുപത്രി കൊണ്ടുപോയല്ലേ? ഇവിടുത്തെ പട്ടികളെ കണ്ടാ? രോമം വന്ന് കണ്ടാ? അയ്യോ അയ്യോ അയ്യോ.
വേണ്ട, ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. ചാർലി അപ്പൊ തന്നെ എഴുന്നേറ്റു. ചാർലിയുടെ കസിൻസ് ആണ്. ചാർലി നാട്ടിലായതുകൊണ്ട് ഇച്ചിരി രോമം കുറവാണ്. ഇവിടെയുള്ളവന്മാര് മൊത്തം ഐസിൽ കിടന്നുകൊണ്ട് നല്ല രോമമാണ്. ചാർലി ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പൊ രോമത്തിൽ ഇങ്ങനെ മൂടിയിരുന്നേനെ അല്ലേ? അത് തന്നെ. ഇവിടെ എല്ലാ ആൾക്കാരും താമസിക്കും. ഇതിന്റെ ഈ റോഡിന്റെ വർക്കും ടണലിന്റെ വർക്കിന്റെ ഒക്കെ ആൾക്കാരായിരിക്കും താമസിക്കുന്ന. ക്ലിയറൻസിനും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ? ഒന്ന് രണ്ട് വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ കിടന്ന വണ്ടികളെയും കൂടെ ഇങ്ങോട്ട് കടത്തി വിടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഒരു കുറച്ച് സമയത്തേക്ക്. ഇന്നിപ്പോൾ ഇച്ചിരി ക്ലിയർ ആണല്ലോ, ഒത്തിരി ദിവസമായിട്ട് അവിടെ കിടക്കുന്നവരായിരിക്കുമേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വണ്ടി കടത്തി വിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു ചെറുതായിട്ട്. ഇവിടെ ഇപ്പോൾ ഇച്ചിരി വീതിയുള്ള വഴി വന്നല്ലോ, അപ്പോൾ സുഖമായിട്ട് പോരാലോ വണ്ടികൾക്ക്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ പോയാലും കുഴപ്പമില്ലാതെ പോകാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കടത്തി വിട്ടേക്കുന്നത്. അപ്പോൾ അവിടെ അടച്ചിട്ട് ലാസ്റ്റ് വണ്ടി അവിടെ നിന്ന് അടച്ച് വിട്ട് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിട്ടേക്കുന്നത്. അതെ. മെത്ത പോലെ കിടക്കുന്നത് കണ്ടോ റൈറ്റ് സൈഡില്. മറ്റേ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാമല്ലേ സ്നോ അവിടുന്ന് പൊക്കത്തുനിന്ന് താഴത്തേക്ക്. അതെ അതെ. ഇവിടെ നല്ല റോഡാ. ഇവിടെ അടിപൊളി റോഡായി കേട്ടാ, നല്ല റോഡായി. നമ്മള് ശ്രീനഗറിൽ നിന്ന് വന്ന റോഡ് പോലെ തന്നെയായി അല്ലേ? അതെ. ഇതല്ലേ പാലം? ആർമി പണിതേക്കുന്ന പാലങ്ങളാണ്, ഇരുമ്പിന്റെ പാലമേ. ഇത് അഴിക്കാനും എളുപ്പമാണ്, എന്തെങ്കിലും കേടുപാട് പറ്റിയാലും നന്നാക്കാനും എളുപ്പമാണ്. അതായത് ആ പാർട്സ് പോയ പാർട്സ് മാത്രം ആ ഒരു ഏരിയയിലുള്ള ഇരുമ്പിന്റെ പീസുകൾ മാത്രം മാറിയാൽ മതി. ഇങ്ങോട്ടൊക്കെ ആൾക്കാർ ഇറങ്ങാൻ നോക്കണത് ഫോട്ടോ ഒക്കെ എടുക്കും. ഫോട്ടോ എടുക്കാൻ നിർത്തിയേക്കുക ആൾക്കാരൊക്കെ. ഇത് ഇവിടെ മണ്ണാല്ലേ? ഞാൻ വിചാരിച്ചത് ഐസിന്റെ തിട്ട തന്നെയാണേ. മണ്ണും ഐസും കൂടെ കുഴഞ്ഞിരിക്കുകയല്ലേ? മണ്ണാണെന്നേ പറയത്തുള്ളൂ. അതെ അതെ അതെ. ഭയങ്കര തണുപ്പാ കേട്ടോ. വണ്ടിക്കകത്തിരിക്കുന്നതുകൊണ്ട് അത്ര തോന്നുന്നില്ലെങ്കിലും ചെറിയ ഗ്യാപ്പേ തുറന്നിട്ടുള്ളൂ ഗ്ലാസ്സിന്. എന്നിട്ട് നല്ല തണുക്കുണ്ട്. ഞാനാണെങ്കിൽ ടീഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, സ്വെറ്റർ പോലും ഇട്ടിട്ടില്ല. അയ്യോ, പുറത്തൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടേ ഭയങ്കര തണുപ്പാ. നല്ല കാറ്റുണ്ട് കേട്ടോ. സ്വെറ്റർ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? തണുപ്പാടാ. അയ്യോ സ്വെറ്റർ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡോർ പറഞ്ഞേ ഉള്ളൂ, അപ്പൊ തന്നെ ഭയങ്കര തണുപ്പായി. നല്ല കാറ്റുണ്ട്. ഇറങ്ങടാ, ഐസാ കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ മൊത്തം അടിച്ചേറുവാണ്. പിള്ളേര് ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാണ്. ഭയങ്കര ഫോട്ടോ എടുപ്പാ. ചെളി പറ്റൂടാ, വണ്ടി മുഴുവൻ ചെളിയാക്കാതെ നിന്റെ മേത്ത് മുഴുവൻ. വണ്ടിയുടെ ഫ്രണ്ട് മുഴുവൻ അതെ കണ്ടം പൂട്ടിയ വണ്ടി പോലെ ഇരിക്കണേ. എടാ ഒത്തിരി നേരം നിക്കാതെ, ഭയങ്കര തണുപ്പാടാ. ഡാ വേഗം എടുക്ക്. അയ്യോ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി എനിക്ക്, അതൊക്കെ ഇടാത്തോണ്ടേ. ഭയങ്കര തണുപ്പാണേ. അവിടെ പോയിട്ട് വലിയ കാര്യമില്ല. ഇതേണ്ട അവിടെ ഭയങ്കര ബ്ലോക്കാണ്. വണ്ടി മൊത്തം ബ്ലോക്കായി കിടക്കുക. അവിടെ മുഴുവൻ വണ്ടി ബ്ലോക്കായി കിടക്കുക. എല്ലാവരും പറന്ന് പോയി അവിടെ നിൽക്കും. ഒന്ന് എറിഞ്ഞ ഷെറിനെ ഞാൻ നോക്കട്ടെ. ആഹാ
വണ്ടി കയറിക്കോ വണ്ടി കയറിക്കോ വാ. എടാ വീഡിയോയിലുണ്ടാ, വീഡിയോയിലുണ്ട്. അവനെ എടുത്താ കിട്ടുമെന്ന് തോന്നുന്നില്ലടാ. അവിടെ മുഴുവൻ ബ്ലോക്കാണ്, അതുകൊണ്ട് ബ്ലോക്ക് കഴിഞ്ഞിട്ട് പോവാം. എന്നോട് തണുപ്പ് പോവാനെ കൈയൊക്കെ പോയി. പോയാ കൈ ഒന്ന് കാണിച്ചാ കളറ് മാറൂടാ. റെഡായി. കളറ് മാറില്ല, വലിഞ്ഞിരിക്കണേ. ചാർലിക്കൊക്കെ തണുക്കത്തില്ല, സെറ്റർ ഇട്ടേക്കുന്ന പോലെ അല്ലേ. ചാർലി കുറച്ച് ചൂടുണ്ട്. അതെ അതെ, ചാർലിയെ പിടിച്ചോണ്ടിരിക്കാൻ കുറച്ച് ചാർലി രണ്ട് കൈയുടെ ഇടയിൽ കായ് വെച്ചാൽ വരാ. നല്ല ചൂട്. പൊന്നടാവേ മൊത്തം ബ്ലോക്ക്. അത് പോകുന്നില്ലല്ലോ വണ്ടി. ചെറുതായിട്ട് ചാർലിനെ വെച്ചാണ് ജീവിക്കാൻ പോണേ. ഇനി പുറത്താനൊക്കെ ചാർലിനെ കെട്ടിപ്പിടിച്ചേർന്നാ മതി. ചാർലിക്ക് നല്ല സുഖം കിട്ടുന്നത് ചാഞ്ഞ് കിടക്കിയ കയ്യിലേക്ക്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗ്ലൗസ് ഇറങ്ങി കഴിയുമ്പോ ഇവിടെ കിട്ടുള്ളൂ. വണ്ടി കത്തിരിക്കുമ്പോ നല്ല സുഖം അല്ലേ. പുറത്തിറങ്ങാത്ത ഗ്ലൗ ഒന്നും ഇല്ലാണ്ട് എന്റെ പൊന്നെ. ചില സമയത്തേ അവിടെ രാത്രിയിലൊക്കെ വണ്ടി മൈനസിൽ കിടന്നിട്ട് പിന്നെ സ്റ്റിയറിംഗ് തൊടുമ്പോ ഉണ്ടല്ലോ, കൈ മരച്ചു ഓടാ ലേയില് ഓടിക്കാൻ പറ്റത്തില്ല. സ്റ്റിയറിംഗ് തിരിക്കുമ്പോ തണുപ്പ് നമ്മുടെ കയ്യിലേക്ക് കയറും. അയ്യോ, തല വെച്ച് കിടക്കുകയാണ് പിന്നെ മടിയിലേക്ക്. ഇപ്പൊ കുഴപ്പമില്ലാണ്ട് വരണ്ട്, നോർമലായി വരണ്ട്. ശരി, ഇനി വണ്ടി മൂവ് ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. അവിടെ മൂവ് ആവണ്ട. അവിടെ വഴിയുടെ ബ്ലോക്ക് കുറച്ചുണ്ടല്ലേ വണ്ടി പിടിച്ച് ഇട്ടിരിക്കണേ. ഇപ്പം ഈ കാണുന്നുണ്ടോ റൈറ്റ് സൈഡിൽ മണ്ടയിൽ 2 ഡിഗ്രി ആണ് പുറത്ത് ഉള്ള ടെമ്പറേച്ചർ എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഒരു സ്നോയുടെ എംബ്ലം കണ്ടോ, അത് തനിയെ വന്നതാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഈ സ്നോ വീഴാൻ തുടങ്ങിയപ്പം ആ എംബ്ലം കാണിച്ചു തുടങ്ങി. എങ്ങനെയോ സെൻസറിൽ എന്തോ സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ വണ്ടി ഏകദേശം 10,364 കിലോമീറ്റർ ഓടിയേ. ഇനി ലേ ചെന്നിട്ട് നമുക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ 10,000 സർവീസ് ഇനി ലേയിൽ വെച്ച് വേണം ചെയ്യാൻ. അപ്പോഴും മഞ്ഞ് വീണോണ്ടേ ഇരിക്കുക, ഭയങ്കര ബ്ലോക്കും. ഒന്ന് സൂം ചെയ്ത് നോക്കിയേ. ആർമിന് വേണ്ടിയുള്ള ടയറിൽ ചെയിൻ ഇട്ടേക്കുന്നുണ്ടോ? ഉണ്ടോ? അത് കയറാൻ നോക്കണേ. ആ ടയർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ വേണമല്ലോ ഓടിക്കാം അല്ലേ. അല്ല അതുപോലെ ഗ്രിപ്പും ഉണ്ട് ടയറിന്, അതുപോലെ ചെയിനും ഇട്ടിട്ടേ. ഭയങ്കര ചെയിനാ, വലിയ ചെയിനും ഇട്ടേക്കണേ നോക്കി. അത് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ. പട്ടാളക്കാരുടെയൊക്കെ സിറ്റുവേഷൻ നോക്കിയേ, ഈ തണുപ്പിലും മഞ്ഞിലും അവർ പണിയെടുക്കുന്നുണ്ടോ. മഞ്ഞ് വീഴുന്നതേ കുറച്ച് കൂടി കേട്ടോ, നല്ലപോലെ വീഴാൻ തുടങ്ങി. ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടി മഞ്ഞ് വീഴുന്നത്. ഇതുപോലെ പെയ്ത് കഴിഞ്ഞാൽ രാത്രി മൊത്തം പെയ്താൽ ചിലപ്പോൾ ഇനിയും ആ റോഡ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ചിലപ്പം പകൽ ഇച്ചിരി രാവിലെ തൊട്ട് ക്ലീൻ ചെയ്ത് നാളെയും കിടത്തി വിടുമായിരിക്കും അല്ലേ. വണ്ടി വന്ന വഴി കണ്ട എങ്ങനെയാ കിടക്കുന്നതെന്ന്. ഇതണ്ട ഐസിനിടയ്ക്കൂടെ അവരിങ്ങോട്ട് വന്നത്. ഈ ഏരിയയിൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. ആ ചെക്ക് പോയിന്റിൽ നമ്മൾ നമ്പറും ഡീറ്റെയിൽ ഒക്കെ എഴുതണം. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് വരുന്നത്. എല്ലാ വണ്ടിയും കൂടെ പോയി നിന്ന് നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ബ്ലോക്കായി കാണുന്നത്. ഇതാ അവിടെ കണ്ട ഒരു കവാടം, ആ കവാടത്തിൻ്റെ അവിടെയാണ് ഇത് എഴുതുന്നത്. അത് ഏത് വണ്ടി, ബൈക്ക് വന്നാലും ശരി കാറ് വന്നാലും ശരി, അവിടെ നമ്മൾ പോയി നമ്പർ എഴുതിയിട്ട് വേണം പോകാൻ. കാരണം ഇനി ഇത് കഴിഞ്ഞ് അങ്ങോട്ട് UT ലഡാക്കാണ്. ഒരു ഇന്ന സമയമായിട്ടോ, ഏകദേശം ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കണ്ടായോ ഒരു കിലോമീറ്റർ വരാൻ ഞങ്ങൾ മെനക്കെടാൻ തുടങ്ങിയിട്ട്. നല്ല സമയം എടുക്കുക. ഇവരൊന്നും
ബ്ലോക്കായി തന്നെ നിന്ന് പോവാ. പിന്നിപ്പോൾ ഇവിടെ ആണ് ഈ സൈൻ ചെയ്തൊക്കെ കൊടുക്കണം, വണ്ടി നമ്പർ ഡീറ്റെയിൽ. അത് ഈ തൊട്ടടുത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് പോവാം. എല്ലാവരും ധൃതി പിടുത്തമാണ്. ധൃതി ആൾക്കാർക്ക് മുഴുവൻ. കണ്ടോ, എന്ത് ചെയ്യാനാ, നമ്മളെ ഈ വണ്ടി പിടിക്കുന്നതിൽ ഒരു ക്ഷമ വേണം എപ്പോഴും. ഇവിടെ ചെക്ക് പോസ്റ്റാണ്. പോലീസുകാർ കടിയും കമ്പൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. എഴുതാൻ ഞാൻ ഷെറിനെ പറഞ്ഞു വിട്ടു. ഷെറിൻ പോയി എഴുതിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി അങ്ങോട്ട് ചെല്ലുമല്ലോ. അവിടെ ഷെറിൻ പോയി എഴുതാൻ പോയിട്ടുണ്ട്. ഷെറിനവിടെ നിൽപ്പുണ്ട്. ഷെറിന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പോവാം. എന്താ ഹേ അച്ഛാ, വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അവിടുത്തെ SHO കണ്ടു കേട്ടോ. പുള്ളി അവിടെ എത്തിയപ്പോഴത്തേക്കും പോലീസുകാർ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. SHO പിന്നെ സംസാരിച്ചിട്ട് നമ്മുടെ അവിടെയൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്, അറിയത്തില്ല വരുമോ ഇല്ലെന്നൊക്കെ, വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞത്. നല്ല മനുഷ്യനാന്ന് തോന്നുന്നു അല്ലേ? അതെ, കണ്ടിട്ട് എന്നാ ഐസ വീണോണ്ടിരിക്കണേന്നുണ്ടോടാ. ഇനി ലേയിലേക്ക് പോകുന്ന വീഡിയോസ് രാത്രി ആകുന്നവരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് എന്താണെങ്കിലും ലേ പോകണം. ഇട്ടിട്ട് രാവിലെ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നമുക്ക് അവിടെ പോയിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാർഗിലൊക്കെ വരാറൊക്കെ ഉണ്ട്. ഇനി അടുത്ത സ്ഥലം ദ്രാസ് ഞാൻ വരാറുള്ള സ്ഥലമാണ്. അടുത്ത സ്ഥലം ദ്രാസും അത് കഴിഞ്ഞ് കാർഗിലും ഉണ്ട്. അപ്പോൾ ഇനി കാർഗിൽ ദ്രാസ് എത്തുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇരുട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എപ്പോഴേലും ഞാൻ വരുമ്പോൾ വീഡിയോ എടുത്തിടും. ഇനി നമ്മൾ ഇരുട്ടാകുന്നവരെ വീഡിയോ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ലേയിലെത്തും. നേരം വെളുക്കാറാകുമ്പോൾ തന്നെ നമ്മൾ ലേയിലെത്തും. ഇവിടെ അത്യാവശ്യം ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വന്നിട്ട് താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം. അപ്പോൾ നിങ്ങൾ സ്നോഫാളൊക്കെ വരാൻ ഒരു ദിവസം സാധ്യതയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വന്ന ദിവസം ഓപ്പണായിട്ട് ഇങ്ങോട്ട് പോരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇവിടെ താമസിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്നോഫോളൊക്കെ വീണാലും പാസ് ചെയ്ത് ഇവിടെ വന്ന് താമസിച്ചിട്ട് സുഖമായിട്ട് ലേയിലേക്ക് വരാം. ടെൻഷനൊന്നുമില്ല. ചില ആൾക്കാർ ആദ്യം മഞ്ഞൊത്തിരി കാണുമ്പോഴത്തേക്കും എന്നാൽ സോനാമാർഗിൽ ഒരു ദിവസം തങ്ങിയിട്ട് പോയേക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ വെതർ റിപ്പോർട്ടും അല്ലെ അവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നാളെ മോശമായ ക്ലൈമറ്റ് ആണെന്ന് നിങ്ങൾക്ക് വെതർ റിപ്പോർട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചാൽ മതി. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉണ്ടോ ചങ്ങല കടന്ന് അടിക്കുന്നേ പട്ടാള വണ്ടിയുടെ ഇതിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ടോടാ? ഒരു വീലേ ഇട്ടിട്ടുള്ളൂ അല്ലേ? ഇവർക്ക് ഒത്തിരി ദൂരം ചിലപ്പം താരങ്ങി കൂടെ ഒത്തിരി ദൂരം ഐസിനകത്ത് പോകണമെന്നുണ്ടാവുമേ. അപ്പോൾ അവർ ഒരു വീട്ടിൽ മാത്രം ഇട്ടാലും അത്യാവശ്യം പിടുത്തം കിട്ടില്ല. പക്ഷെ നമ്മുടെ അവിടെയൊക്കെ ലേയിലൊക്കെ ആണെങ്കിൽ രണ്ട് വീലിൽ ഫ്രണ്ടിലും ബാക്കിലും ഈ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. ആ സൈഡിലെ ഫ്രണ്ട് വീലിലും ഈ സൈഡിലെ ബാക്ക് വീലിലും ഇട്ടിട്ടുണ്ട്. ഇത് 4 വീലർ ഡ്രൈവ് വണ്ടിയാട്ടോ. ഐസ് ഞാൻ ലേയിലേക്ക് പലവട്ടം വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ പ്രാവശ്യം ഉള്ളതിനേക്കാൾ എല്ലാം കൂടുതൽ ഐസ് ഇപ്പോഴാണ് ഉള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഇത്രയും ഐസ് ഇങ്ങനെ കണ്ടിട്ടില്ല ഈ സ്ഥലങ്ങളിലെല്ലാം. ഞാൻ സാധാരണ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ ഐസ് തീരും, ചുമ്മാ ഡ്രൈ ആയി കിടക്കുന്ന കൂടുതൽ സമയത്ത് ഞാൻ വരുമ്പോൾ കാണാറ്. അല്ലെങ്കിൽ വളരെ കുറച്ച് ഐസ് ഈ ഏരിയയിലൊക്കെ ഉണ്ടാകാറുള്ളൂ. ഈ പ്രാവശ്യമാണ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ആ സൈഡിലേക്കൊക്കെ കണ്ടോ എന്തോരം ഐസാണ് കിടക്കണമെന്ന്. ഇവിടെ എല്ലാം ഐസാണ് ഇപ്പോൾ. മീൻസ് ഈ വർഷം ഒത്തിരി ലേറ്റായിട്ടാണ് സ്നോഫാൾ വീണത്. അതുകൊണ്ട് ഐസ് അത്രയും കൂടുതലുണ്ട്. നിങ്ങൾക്ക് ഐസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഐസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ മാസം അടുത്ത മാസമൊക്കെ വന്നാൽ എല്ലാം നല്ല ഐസ് കാണാം. നിങ്ങൾക്ക് നല്ല തണുപ്പും ഉണ്ടാവും അതിനനുസരിച്ച് കേട്ടോ. ഐസ് ഉള്ളപ്പോൾ അപ്പം ഐസിനനുസരിച്ച് തണുപ്പും ഉണ്ടാവും.
യങ്സ്റ്റേഴ്സിനൊക്കെ വരാൻ പറ്റിയ സമയമാണ്. തണുപ്പൊക്കെ താങ്ങി വലിയ പ്രശ്നമില്ലാതെയൊക്കെ പോകാൻ പറ്റുന്നൊക്കെ ഉള്ളവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഈ സമയത്തൊക്കെ വന്നാൽ അല്ലേ? അതെ. ഈ സ്ഥലത്തിൻ്റെ പേര് പന്ത്രാസ് എന്നാട്ടോ. പന്ത്രാസ്. ദ്രാസിന് മുമ്പുള്ള സ്ഥലം എന്നാണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞാൽ ദ്രാസ, മെയിൻ ദ്രാസ്. ഈ ഏരിയയിലാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ലിസ്റ്റിങ്ങിൽ വന്നതാണ്. ദ്രാസിൽ ഇവിടെ ആയിരിക്കും ഉറപ്പായിട്ടും തണുപ്പ് കൂടുതൽ ദ്രാസിനേക്കാൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവിക്കുന്ന തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ട്. വാറെന്ന് പറഞ്ഞിട്ട് കാർഗിൽ പറയുന്നില്ലേ, പക്ഷെ ശരിക്കും ആ യുദ്ധം നടന്നത് ദ്രാസിലാട്ടോ. ഇപ്പം ആ പഴയ ഇത് ഈ കാണുന്ന പൊത്തുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഹോള് കണ്ടോ, ഈ റൗണ്ട് ഹോള് കണ്ടോ, അതൊന്നെടുത്ത്. ആ റൗണ്ട് ഹോള് പാകിസ്ഥാൻ അങ്ങ് മണ്ടേന്ന് ഷെല്ലാക്രമണം നടത്തി പൊളിഞ്ഞേക്കുന്ന ഈ ഭിത്തിയെല്ലാം പൊളിഞ്ഞു പോയത്. ഇതുണ്ട് റൗണ്ട് ആയിട്ടിരിക്കുന്നത്. ഈ ഭിത്തിയെല്ലാം പൊളിഞ്ഞു പോയത് പാകിസ്ഥാൻ്റെ ആർമി അവിടുന്ന് ഷെല്ലാക്രമണം യുദ്ധ സമയത്ത് വലിയ ഷെല്ല് വിട്ടിട്ട് പൊട്ടിപ്പോയേക്കുന്നതാണ്. ഈ മതിൽ പണിതത് നമ്മളുടെ ഈ ഹൈവേ അവർക്ക് അവിടെ നിന്ന് നോക്കിയാൽ ഇവിടുത്തെ ആക്ടിവിറ്റി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പണിതായിരുന്നു. ഇവിടുത്തെ വണ്ടി പോയെന്നൊക്കെ എല്ലാം അവർക്ക് ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പണിതാണ്. ആ മല ഒക്കെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ആയിരുന്നു. ഇപ്പോഴും അത് പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് ഉറപ്പില്ല, എന്നാലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെയാണ് ശരിക്കും ഈ കാർഗിൽ വാർ നടന്ന സ്ഥലം കേട്ടോ. കാർഗിൽ വലിയ ടൗൺ ആയതുകൊണ്ട് അതിൻ്റെ പേര് കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്കും ഈ ദ്രാസിന് ചുറ്റുമായിട്ടുള്ള സ്ഥലങ്ങളിലായിട്ടാണ് ഈ വാർ നടന്നത് നമ്മളുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ഈ വർഷം ദ്രാസിൽ വരുമ്പോൾ ദ്രാസിലും എല്ലാം ഐസാണ്. സാധാരണ ഞാൻ ഐസ് കാണാറ് പോലും ഇല്ല ഇവിടെയൊക്കെ വരുമ്പോൾ. ഇതുണ്ടോ, മരങ്ങളുണ്ടോ ഉണങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും ഉണങ്ങിയ മരമല്ല കേട്ടോ. ഇതെല്ലാം ഇനി കുറച്ച് വെയിൽ വരുമ്പോൾ എല്ലാം പൂവിടും. പൂടുമല്ല, സോറി, ഇല വരും. ഇതിപ്പോൾ ഉണങ്ങി നിൽക്കുന്ന പോലെ നിൽക്കും, പക്ഷെ എല്ലാത്തിനും ജീവനുള്ള മരമാണ്. ഇതാണ് ദ്രാസ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടംപോലെ ആർമികളുണ്ട്. ഇവിടെ ഏതോ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ പാകിസ്ഥാൻ്റെ ബങ്കറുകൾ കാണാമെന്ന് ഞാൻ നമ്മുടെ ആൾക്കാർ പറയണ കേൾക്കാറുണ്ട്. ഞാൻ എപ്പോഴോ ഒരിക്കലും പോയപ്പോൾ അവരെന്നെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ ഒരു തിളക്കം പോലെ ഒരു സംഭവം കാണിച്ചു തന്നായിരുന്നു. ഞങ്ങൾ നല്ല വിശന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് മേടിച്ചിട്ട് ബിസ്ക്കറ്റ് എല്ലാം മേടിച്ചിട്ട് കാർഗിലും എല്ലാം പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുക. അതെ, അതെ, ഉചിതമായ തീരുമാനം. ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ മേടിച്ചു. അപ്പോൾ ഗുഡ് ഡേ മാത്രം ഉണ്ടായിരുന്നു, അത് നന്നായി. അതുകൊണ്ട് ഗുഡ് ഡേ കിട്ടി. നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണല്ലോ ഗുഡ് ഡേ. ഇത് ദ്രാസ് ടൗണാണ് കേട്ടോ. ദ്രാസ് അവിടുന്ന് വരുമ്പോൾ ഒരുമാതിരി വലിപ്പമുള്ള ടൗണ് ദ്രാസാണ്. അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. നല്ല വിശന്നു പോയല്ലേ? പിന്നെ കണ്ണാണമല്ലേ വിശന്നിട്ട് കണ്ണു കാണാതായി പോയ നമ്മുടെ ചാർലീനെ പോലെ ഇരിക്കുന്ന മാര് കാല ബൂട്ടൊക്കെ ഉണ്ട്. കാല ബൂട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന പുള്ളി. രോമല്ലേ ഇവിടുത്തെ പട്ടികള് ജീവിക്കില്ലല്ലോ, ഭയങ്കര തണുപ്പല്ലേ. ഇവിടെ വലിയ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ദ്രാസിൽ. ഇവിടെ വന്ന് താമസിക്കാം. നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഇവിടെ വന്നാൽ ഇച്ചിരി കുറച്ച് വലിയ
ഇപ്പോൾ ഉള്ള ടൗണിൽ താമസിക്കണമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് താമസിച്ചാൽ മതി. അത് കഴിഞ്ഞ് കാർഗിൽ മ്യൂസിയം ഇത് കഴിഞ്ഞിട്ടാണ് കാർഗിൽ വാർ മ്യൂസിയം. അപ്പം കാർഗിൽ വാർ മ്യൂസിയം കണ്ടിട്ട് ലേയിലേക്ക് വരാം നിങ്ങൾക്ക്. അതിനിടയ്ക്കാണ് പിന്നെ ലാമയൂര് അങ്ങനത്തെ മൊണസ്ട്രി അതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് രാവിലെ വാർ മ്യൂസിയം കണ്ടിട്ട് ഇവിടുന്ന് തൊട്ടടുത്ത വാർ മ്യൂസിയം. ആ വാർ മ്യൂസിയം കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടും. വൈകുന്നേരം നിങ്ങൾക്ക് ലേയിലെത്താം. കാർഗിൽ ടൗൺ കഴിഞ്ഞു. ഇനി കുറച്ചപ്പുറത്താണ് ഞാൻ പറഞ്ഞില്ലേ മ്യൂസിയം. അവിടെ എത്തുമ്പോൾ എടുക്കാം. റെക്കോർഡാണോ? ഗുഡ് മോർണിംഗ്. ഞങ്ങൾ സോജില പാസൊക്കെ കഴിഞ്ഞ് ലേയിലേക്ക് വന്ന വഴിക്ക് ഇരുട്ടായി. അതുകൊണ്ട് കുറച്ച് സ്ഥലം എടുക്കാൻ പറ്റാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാർഗിൽ സ്ഥലങ്ങളൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വന്നു. ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങി. ഒട്ടും ഉറക്കം ശരിയായില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് നല്ല ഉറക്കം വന്നു. അങ്ങനെ നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നേരെ വെളുത്തിട്ടാണ് വണ്ടി എടുത്തത്. അതും ലേക്കൊരു 60 കിലോമീറ്റർ മുന്നേ നിർത്തിയിട്ട്. കാരണം അത്രയും ഓടിച്ചെത്തിച്ചപ്പോഴത്തേക്കും തന്നെ ഉറക്കം ഭയങ്കരമായിട്ട് വന്നു. അതുകൊണ്ട് പിന്നെ കിടന്നുറങ്ങി. ഇപ്പോൾ നേരം വെളുത്തു. ഇപ്പം ഞങ്ങൾ ലേ എത്താറായി. ലേയിലേക്കുള്ള റോഡ് നല്ല നേരെ കിടക്കണം. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററോ ഉണ്ടല്ലോ. 30 കിലോമീറ്ററോളം ഉണ്ടല്ലേ ലേക്കൊരു 30 കിലോമീറ്റർ ഉണ്ട്. അപ്പം അതല്ലല്ലോ, അതിന് കൂടുതലുണ്ടല്ലോടാ. അവിടെ ആ ബോർഡുണ്ട്. ഒരു 35 ഒക്കെ കാണാമായിരിക്കും. 35 കിലോമീറ്റർ കാണുമായിരിക്കും. ലേയിൽ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ശ്രീനഗറിലെ പോലെ സോജില സൈഡിലെ പോലെ ഒന്നും അല്ല. നല്ല കാലാവസ്ഥയാണ്. നല്ല വെയിലുണ്ട്. തണുപ്പുണ്ട് പുറത്ത്. ഇപ്പോൾ പുറത്തെ തണുപ്പ് കാണിക്കുന്നത് 0 ഡിഗ്രിയാണ്. കണ്ടോ ഇവിടെ കാണാം. 0 ഡിഗ്രി ആയിട്ടാണ് കാണിക്കണേ. പുറത്തിറങ്ങി കഴിയുമ്പോൾ നല്ല തണുപ്പാണ്. വണ്ടിക്കകത്ത് അത്ര തണുപ്പില്ല. 48 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ. ലേയില് നല്ല മഞ്ഞുണ്ട് കണ്ടില്ലേ. മലകളൊക്കെ നല്ല മഞ്ഞില് മൂടിയാണ് കിടക്കുന്നത്. പക്ഷെ ഇതൊരു മാസം 1.5 മാസം കൂടി കാണുകയുള്ളായിരിക്കും ഇത്രയും കവറായിട്ട് കാണാൻ പറ്റുന്നത്. വണ്ടി ഇപ്പോൾ ഏകദേശം 4024 കിലോമീറ്റർ ഓടി മൂന്നാറ് തൊട്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും 4060 കിലോമീറ്റർ ആകുമായിരിക്കും. കേരളത്തിൽ നിന്ന് ഏകദേശം 4000 സംതിങ് കിലോമീറ്റർ ഓടിയാലേ ലേ എത്തുള്ളൂ. ഞാൻ മൊത്തം പെട്രോൾ ഒഴിച്ചതിൻ്റെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ എക്സ്പെൻസിൻ്റെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം. അത് ഞാൻ ലാസ്റ്റ് ഇതിനകത്ത് ഇടാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വണ്ടി കൊണ്ട് വരുമ്പോൾ ഏകദേശം എത്ര ചിലവാകുന്നു. ഞാൻ വന്നത് ഒത്തിരി സ്റ്റേ ഒന്നും ഇല്ലാതെ വേഗത്തിലാണ് വന്നത്. അതുകൊണ്ട് കുറച്ച് ചിലവ് കുറവായിരിക്കും. നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുത്ത് വരുമ്പോൾ എല്ലാ ദിവസത്തെ സ്റ്റേയുടെ കൂടെ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എക്സ്ട്രാ പെട്രോളിൻ്റെയും ടോളിൻ്റെയും ഒക്കെ ഏകദേശം ഇത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ ലഡാക്ക് എത്തി കേട്ടോ. ലഡാക്കിലുണ്ട് ഇഷ്ടംപോലെ ജിംനി ഉണ്ട്. ആരും മേടിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. ആർക്കും വേണമെങ്കിൽ മേടിക്കാം. നല്ല വണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴും മൈലേജ് 16.2 കിലോമീറ്ററാണ് കിട്ടുന്നത്. കണ്ടോ ലേയില്. പക്ഷേ ഈ പറഞ്ഞ തണുപ്പൊന്നുമില്ല കേട്ടോ. നല്ല സുഖകരമായ കാലാവസ്ഥ. തണുപ്പുണ്ട്, എന്നാലും ഒരു 6-7 ഡിഗ്രിയാണ് ഇപ്പം. എന്നാലും നമുക്കത്ര ഫീൽ ചെയ്യുന്നില്ല.
ലേയിൽ വരാൻ പറ്റിയ സമയമാണ്, നല്ല മഞ്ഞ് കാണണം എന്നുള്ളവർക്ക്. ആ മലകളിലൊക്കെ കണ്ടോ, അതൊക്കെ കാർദുംഗ്ല സൈഡൊക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡ്. ഇടത് സൈഡ് ബിൽഡിംഗ് അതെ, ആ സൈഡിലേക്ക് നോക്കിയേ, ആ സൈഡിലേക്ക് നോക്കിയേ. ഇതാണ്ട് ആ മലകള് കാർദുംഗ്ലയാണ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ആയിട്ടൊക്കെ ഉള്ള ഏരിയ. അവിടെ എല്ലാം ഫുൾ കവേർഡായി മഞ്ഞ്. ഇനി 1 മാസം 1.5 മാസം ആ മഞ്ഞ് അവിടെ ഉണ്ടാവും. ഇതാണ് ലേ ഗേറ്റ് കേട്ടോ. ലേൻ്റെ എൻട്രൻസ് ആണ്. ഈ ലേ ഗേറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് ടൗൺ.